കർക്കിടകം പഞ്ഞമാസമെന്നും രോഗങ്ങളുടെ കാലമെന്നുമാണ് പഴമക്കാർ വിളിച്ചിരുന്നത്. എന്നാൽ ആ കരിമുകിലുകൾക്കിടയിലും നമ്മുടെ മനസ്സിന് ഭക്തിയുടെ വെളിച്ചം പകരുന്നത് രാമായണ പാരായണത്തിൻ്റെ പുണ്യമാണ്. പ്രകൃതി പോലും ഒരു വലിയ വ്രതശുദ്ധിയിലൂടെ കടന്നുപോകുന്ന ഈ മാസത്തിൽ, ഒരു പുണ്യമാസത്തിൽ ഒരു ഹിന്ദുവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഈശ്വരീയ കാര്യങ്ങളിൽ ഒന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ തീർത്ഥാടനമുണ്ട്. നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 സഹോദരന്മാരെ ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപായി ദർശിക്കുന്നതാണ് ഈ പുണ്യയാത്ര. സഹോദര സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകകളായ ഇവരെ ഒരുമിച്ച് വണങ്ങുമ്പോൾ കുടുംബത്തിൽ ഐക്യവും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. നമുക്കാദ്യം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മധ്യ കേരളത്തിലെ 4 അമ്പലങ്ങളിലൂടെ യാത്ര ആരംഭിക്കാം. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം. തീവ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹം ശ്രീരാമസ്വാമിയായി സങ്കല്പിച്ച് പൂജിക്കപ്പെടുന്നു. ഇവിടുത്തെ മീനൂട്ട് വഴിപാടും വെടിവഴിപാടും വളരെ പ്രശസ്തമാണ്. തൃപ്രയാറിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തും. ഭാരതത്തിൽ തന്നെ ഭരതപ്രതിഷ്ഠയുടെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ താമരമാല സമർപ്പണം, രോഗശാന്തിക്കായി നടത്തുന്ന മുക്കൂട്ട് നിവേദ്യവും ഏറെ സവിശേഷത നിറഞ്ഞതാണ്. അടുത്തത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്തുള്ള മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. ലക്ഷ്മണോപദേശം നടന്ന പുണ്യഭൂമിയാണിതെന്നാണ് വിശ്വാസം. ശാന്തമായ അന്തരീക്ഷമുള്ള ഈ ക്ഷേത്രത്തിൽ തൊഴുതു വണങ്ങുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ മാറാൻ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. തൃശ്ശൂർ എറണാകുളം മേഖലയിലെ അവസാന ക്ഷേത്രം ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ്. ശാന്തസ്വരൂപനായ ശത്രുഘ്നന്റെ ഈ ചെറിയ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടെ നിങ്ങളുടെ മനസ്സിന് ഒരു പ്രത്യേക ശാന്തത കൈവരും. ഉച്ചപൂജയ്ക്ക് മുൻപ് ഇവിടെ ദർശനം പൂർത്തിയാക്കുന്നതോടെ മധ്യ കേരളത്തിലെ നാലമ്പല യാത്ര ശുഭകരമായി അവസാനിക്കുന്നു. ഇനി നമുക്ക് തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ മറ്റൊരു നാലമ്പല വഴിയിലേക്ക് പോകാം. കോട്ടയം ജില്ലയിലെ പാലയ്ക്കടുത്തുള്ള രാമപുരത്താണ് ഈ 4 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെറും 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ 4 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വേണം ഈ യാത്രയും ആരംഭിക്കാൻ. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കും തുടർന്ന് അമനക്കര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കും നമ്മൾ എത്തിച്ചേരുന്നു. ഒടുവിൽ മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടെ ഈ യാത്ര പൂർണ്ണമാകുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ദൂരക്കൂടുതലില്ലാതെ നാലമ്പല പുണ്യം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ വഴിയാണിത്. വടക്കൻ കേരളത്തിലുള്ളവർക്കായി മലപ്പുറം ജില്ലയിലും മനോഹരമായ ഒരു നാലമ്പല ക്രമീകരണമുണ്ട്. മലപ്പുറം രാമപുരത്തുള്ള ശ്രീരാമ ക്ഷേത്രമാണ് ഇതിൽ പ്രധാനം. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെടുകയും പിന്നീട് ഭക്തരുടെ കൂട്ടായ്മയിലൂടെ പുനരുദ്ധീകരിക്കുകയും ചെയ്ത ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണിവ. രാമപുരത്ത് നിന്നും യാത്ര തിരിച്ച് വള്ളിക്കാഞ്ഞിരം ഭരതക്ഷേത്രത്തിലും പടിഞ്ഞാറേക്കര ലക്ഷ്മണ ക്ഷേത്രത്തിലും നമ്മൾ ദർശനം നടത്തുന്നു. ഒടുവിൽ കുളമംഗലം ശത്രുഘ്ന ക്ഷേത്രത്തിൽ എത്തുന്നതോടെ മലപ്പുറത്തെ നാലമ്പല തീർത്ഥാടനവും സഫലമാകുന്നു. മലബാർ മേഖലയിലുള്ള ഭക്തർക്ക് ഏറെ അനുഗ്രഹമാണ് ഈ ക്ഷേത്രങ്ങൾ. ഈ കർക്കിടകത്തിൽ പെയ്യുന്ന ഓരോ മഴത്തുള്ളിയും നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളെയും നെഗറ്റീവ് എനർജിയെയും കഴുകിക്കളയട്ടെ. ദശരഥപുത്രന്മാരുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിറയ്ക്കട്ടെ. ഈ വ്രതമാസത്തിൽ നിങ്ങളും ഈ പുണ്യയാത്രയുടെ ഭാഗമാകൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഈ വിവരങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ രാമായണ മാസ ആശംസകൾ.